ഞാൻ എടത്തൊട്ടി പള്ളിയിലെ വികാരി ഫാദർ രാജു ചൂരക്കൽ VC ആണ്. എടത്തൊട്ടി പള്ളിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ ജൂബിലി വർഷമാണിത്. 2025 എടത്തൊട്ടി ഇടവകയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുനാളാഘോഷത്തിന് ഒരുക്കമായി പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ വിൻസെൻഷ്യൻ വൈദികർ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹത്തിൻ്റെ നിറവായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. പോപ്പുലർ മിഷൻ ധ്യാനം ആരംഭിച്ച് ഇന്ന് സമാപനത്തിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 98% കുടുംബാംഗങ്ങളും അതിൽ പങ്കെടുത്തു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. ഓരോ കുടുംബത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഇടവക ജീവിതത്തിൻ്റെയും നന്മകൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും ഇടവക ഒരു തറവാടാണ്, ആ തറവാട്ടിലെ ഓരോ കുടുംബവും അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നും അത് കുടുംബജീവിതത്തിൻ്റെ നന്മയെ ലാക്കാക്കിക്കൊണ്ട് ഇടവക വികാരിയോട് ചേർന്ന് പോകുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയാണ് എന്നുമൊക്കെ വളരെ വ്യക്തമായിട്ട് പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ വിവരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ജോജോ മാരിപ്പാട്ടച്ചനും ബഹുമാനപ്പെട്ട തോമസ് അറക്കിലച്ചനും നേതൃത്വം കൊടുത്ത ഈ ധ്യാനം ഇടവക ജനത്തിൻ്റെ ആത്മീയ ഉണർവിനെ ഏറ്റവും ഉത്തേജകമായി എന്ന് പറയാതിരിക്കാൻ വയ്യ. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപമുമേന്തി യേശുവിന്റെ പിന്നാലെ. ഇടത്തൊട്ടി ഇടവകയുടെ ചൈതന്യവും ശക്തി സ്രോതസ്സുമായ എൻ്റെ ഇടവകാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള കൂട്ടുകാരെ, ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ ഇങ്ങനെ തുടർന്നാലോ എന്ന് നിങ്ങളുടെയൊക്കെ ഉത്സാഹം കണ്ടപ്പോൾ തോന്നിപ്പോവുകയാണ്. പോപ്പുലർ മിഷൻ ധ്യാനം നമ്മൾ 2 വർഷമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2023 ആദ്യ നാളുകളിലാണ് പോപ്പുലർ മിഷൻ്റെ ഡയറക്ടറച്ഛനായ ജോജോ മാരിപ്പാട്ടച്ചനോട് ഞാൻ ഈ എടത്തൊട്ടി ഇടവകയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ആവശ്യപ്പെട്ടത്. അന്ന് ഇടവകയുടെ ജൂബിലി വർഷമായിരുന്നു. അപ്പോഴച്ഛൻ പറഞ്ഞു, ഒരു നിവൃത്തിയുമില്ല, 2025 അവസാനം അല്ലെങ്കിൽ ആദ്യം ഏതെങ്കിലും 2 ഡേറ്റ് ഉണ്ട്, ഏത് ഡേറ്റ് വേണം എന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ 2025 ഒരു ജൂബിലി വർഷമാണല്ലോ. അപ്പോൾ ഈ ജൂബിലി വർഷത്തിൽ തന്നെ നമുക്ക് പോപ്പുലർ മിഷൻ ധ്യാനം വേണം എന്ന് പറയുകയും അതനുസരിച്ച് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് തുടങ്ങി ഈ നിമിഷം വരെ ദൈവാനുഗ്രഹത്തിൻ്റെ നിറവിലും അനുഭവത്തിലുമാണ് നാം ഓരോരുത്തരും. ഇന്ന് ഈ ധ്യാനം ഇവിടെ സമാപിക്കുകയല്ല, ഇവിടെ നമ്മുടെ ഇടവക കുടുംബ ജീവിതം ആരംഭിക്കുകയാണ്. ഈ ധ്യാനത്തിന് അവസാനമില്ല. ഇത് അവസാനിക്കുന്നത് നമ്മുടെ മരണത്തിലാണ്. നമ്മുടെ മരണം വരെ ഈ ആത്മീയ ഉണർവ് നിലനിൽക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണമെന്ന് ഈ 6 ദിവസങ്ങളിലായി നമ്മെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു. പ്രത്യേകം നല്ല ദൈവത്തിന് ഈ ബഹുമാനപ്പെട്ട വൈദികരെ ഓർത്ത് നന്ദി പറയുകയാണ്. ഇന്ന് ഈ ധ്യാനത്തിൻ്റെ സമാപന സന്ദേശം നൽകുവാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു
വലിയ ഇടയനെ തന്നെയാണ്. തലശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ എന്ന് പറയുമ്പോൾ രൂപതയുടെ അതിരൂപതയുടെ ഓരോ ചലനവും അതിൻ്റെ കൃത്യമായ രീതിയിലും കൃത്യമായ സമയത്തും കൃത്യമായ ചൈതന്യത്തിലും ക്രിസ്തീയ അരൂപിയിലും എങ്ങനെ പോകണമെന്നും എപ്പോൾ പോകണമെന്നും കൃത്യമായി അറിയുകയും അതിൻ്റെ ഓരോ തുടിപ്പും മനസ്സിലാക്കുകയും ചെയ്തു അതിരൂപതയെ നയിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ആൻ്റണി മുതുകുന്നേലച്ചനാണ്. നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ അനുഗ്രഹീത പ്രഭാഷണം നടത്തുവാനായി നിങ്ങളെല്ലാവരുടെയും പേരിൽ ഏറ്റവും ബഹുമാനപ്പെട്ട ആൻ്റണി മുതുകുന്നേലച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ധ്യാന ശുശ്രൂഷകൾ, പ്രത്യേകിച്ചും ഇവിടെ നടക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനം, ഏറ്റവും ഹൃദ്യമായി ദൈവാനുഗ്രഹ പ്രധാനമായി അല്ലെങ്കിൽ ദൈവികമായ ഒരു ചൈതന്യത്തോടു കൂടി ഇവിടെ നടത്തുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട വൈദികരെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷയുടെ മേഖലകൾ ആത്മീയമായ ചൈതന്യം ദൈവജനത്തിന് പ്രദാനം ചെയ്യുവാൻ അവരിലൂടെ ദൈവം ഇടവരുത്തട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുട്ടികളെ, ബഹുമാനപ്പെട്ട ചൂരകലച്ചൻ എന്നോട് പറഞ്ഞു, ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ അച്ഛൻ ഇവിടെ വന്ന് ഒരു സന്ദേശം നൽകണം. ഞാൻ അച്ഛനോട് പറഞ്ഞു, സാധാരണ ധ്യാനത്തിൻ്റെ അവസാനം ധ്യാന ഗുരുക്കന്മാർ തന്നെയാണ് ദൈവജനത്തോട് സംസാരിച്ച് അവർക്ക് അവരുടെ തുടർന്നുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വചനം പങ്കുവെച്ച് കൊടുക്കേണ്ടത്. അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങളുടെ മിഷൻ ധ്യാനങ്ങൾ, പ്രത്യേകിച്ച് പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെയൊക്കെ സമാപനത്തിൽ അഭിയുന്ന പിതാക്കന്മാരെ കിട്ടുകയാണെങ്കിൽ അവരെ വിളിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വൈദികർ വന്ന് ഈ ശുശ്രൂഷയുടെ സമാപനത്തിലൊരു സന്ദേശം കൊടുക്കുന്ന പതിവുണ്ട്. അതുകൊണ്ട് അച്ഛൻ വരണം എന്ന് എന്നെ നിർബന്ധിച്ചത് കൊണ്ടും കൂടെയാണ് വാസ്തവത്തിൽ ഞാനിന്നിവിടെ നിൽക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ ധ്യാനത്തിൻ്റെ സമാപനമായി നിങ്ങൾക്ക് എന്താണ് നിങ്ങളോട് ഞാൻ സംസാരിക്കേണ്ടത് എന്ന് ഇന്ന് ഞാൻ തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു. പ്രാർത്ഥനാപൂർവം ഞാൻ വിചിന്തനം നടത്തിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലെ ആദ്യ വചനങ്ങളാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം ആരംഭിക്കുന്നത് വിതക്കാരൻ്റെ ഉപമയിലൂടെയാണ്. ഈശോ പറയുകയാണ്, വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ കുറേ ധാന്യങ്ങൾ, കുറേ വിത്തുകൾ വഴിയരികിൽ വീണു. അത് പക്ഷികൾ വന്ന് തിന്നുകളഞ്ഞു. മറ്റു ചില വിത്തുകൾ പാറപ്പുറത്താണ് വീണത്. മണ്ണിന് ആഴമില്ലാതിരുന്നു എങ്കിലും അത് വളരെ വേഗം വളർന്ന് വലുതായി. പക്ഷേ ആഴമില്ലാതിരുന്നത് കൊണ്ട്, മണ്ണിന് ആഴമില്ലാത്തത് കൊണ്ട് അത് വളരെ വേഗം തന്നെ കരിഞ്ഞുപോയി, വാടിക്കരിഞ്ഞുപോയി. മൂന്നാമത് വിത്തുകൾ മുള്ളിൻ്റെ ഇടയിൽ വീണു. മുള്ള് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അതുകൊണ്ട് വളരാൻ സാധിച്ചില്ല, ഫലം പുറപ്പെടുത്താൻ കഴിഞ്ഞില്ല. നാലാമതായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നത് നല്ല നിലത്ത് വീണ വിത്തുകളെക്കുറിച്ചാണ്. നല്ല നിലത്ത് വീണ വിത്തുകൾ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം നൽകി. പിന്നീട് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം കർത്താവ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഉപമയുടെ അർത്ഥം ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണമേ. അങ്ങനെ ഈശോ മിശിഹ അവർക്ക് ഈ വചനത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം, ആദ്യമായി ഈശോ പറയുന്നത് വചനമാകുന്ന വിത്തുകൾ, ദൈവവചനം മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക് വിതയ്ക്കപ്പെട്ടതിനെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം അശ്രദ്ധമായി വഴിയോരങ്ങളിൽ വീണ് കിടന്നതുപോലെ, അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യവുമില്ലാതെ, വചനത്തിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ
വചനം ശ്രവിച്ച ആളുകളിൽ നിന്ന് ദുഷ്ടൻ വന്ന്, തിന്മയുടെ ശക്തികൾ വന്ന് അത് എടുത്തു മാറ്റി എന്നാണ് പറയുന്നത്. ദൈവവചനം അവർ ശ്രവിച്ചു, പക്ഷേ വചനം ശ്രവിച്ചവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഈ വചനം കൊണ്ട് കഴിഞ്ഞില്ല. കാരണം അത് വെറുതെ കിടന്നു, അതിൻ്റെ അർത്ഥമൊന്നും അവർക്ക് മനസ്സിലായില്ല. തിന്മയുടെ ശക്തികൾ, ദുഷ്ടാരൂപി വന്ന് ആ വചനത്തിൻ്റെ വിത്തുകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞു. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടത് പാറയുടെ മുകളിൽ വീണ വിത്തുകളാണ്. പക്ഷെ പറയുകയാണ്, വചനം കേട്ട് സന്തോഷത്തോടു കൂടി വചനം ശ്രവിച്ച ആളുകളാണവർ. പക്ഷെ സന്തോഷത്തോടു കൂടി വചനം ശ്രവിച്ച ആളുകൾ, അവർക്ക് ആഴമില്ലായിരുന്നു, നല്ല ബോധ്യങ്ങളുണ്ടായിരുന്നില്ല. വചനം അവരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താനുള്ള സാഹചര്യം ഉണ്ടായില്ല. അവർ സന്തോഷത്തോടു കൂടി വചനം സ്വീകരിച്ചു, പക്ഷേ പലതരത്തിലുള്ള മോഹങ്ങൾ അവരെ പിടികൂടി, പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായി. അതുപോലെ തന്നെ ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടായി, കഷ്ടപ്പാടുകളുണ്ടായി, മർദ്ദനങ്ങളുണ്ടായി, പീഡകളുണ്ടായി. അങ്ങനെ വിശ്വാസപരമായ വിഷയങ്ങളിൽ പീഡകളൊക്കെ ഉണ്ടായപ്പോൾ അവർ തകർന്നു പോയി. അവരുടെ ജീവിതത്തിൽ ഈ വചനം കൊണ്ടും കാര്യമായ ഒന്നും സംഭവിച്ചില്ല. വചനം കേട്ട് അല്ലെങ്കിൽ വളർന്നു വന്ന സന്തോഷത്തോടു കൂടി അവർ പ്രതികരിച്ചുവെങ്കിലും ഫലം പുറപ്പെടുത്താൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയുന്നത് മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകളാണ്. മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകൾ നന്നായി ആരംഭിച്ചു, വളർന്നു. പക്ഷേ മുള്ളുകൾ വളർന്ന് അത് ഞെരുക്കുകയാണ്. ധനമോഹത്തിൻ്റെയും ദ്രവ്യാസക്തിയുടെയും ഒക്കെ പലതരത്തിലുള്ള ജടികമായ പാപങ്ങളുടെയൊക്കെ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ വചനം ശ്രവിച്ച് വളർന്ന വിത്തുകൾ മുള്ളുകളായി അവയെ ഞെരുക്കി ഒരു ഫലവും പുറപ്പെടുത്താതെ നശിച്ചു പോകുന്നു. നാലാമത്തെ വിത്തുകൾ മനുഷ്യൻ്റെ ഹൃദയം ഏറ്റവും മനോഹരമായി ഒരുക്കപ്പെട്ട വയലേലകളാണ്, കൃഷിഭൂമിയാണ്. ആ കൃഷിഭൂമിയിൽ വീണ വിത്തുകൾ 100, 60, 30 മേനി ഫലം പുറപ്പെടുവിച്ചു. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ദാസരേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ദാസരേ, അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയുടെ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയുടെ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിൽ നിന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിൽ നിന്നും. അതിമോദം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാദ ആരാധന. ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത്.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശു സാന്നിധ്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ അഭിഷേക ആരാധനയുടെ വിശുദ്ധ നിമിഷങ്ങളിൽ എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഏതാനും നിമിഷങ്ങൾ മാത്രം നമുക്കൊന്ന് ധ്യാനിച്ചതിന് ശേഷം പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ ആത്മീയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ദിവസവും പോപ്പുലർ മിഷൻ ധ്യാനവും നമ്മളിവിടെ അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരംഭത്തിൽ വത്തിക്കാനിൽ ചേർന്ന ആ കൗൺസിൽ വിളിച്ചു ചേർത്ത 23-ാം യോഹന്നാൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, ഞങ്ങൾക്ക് വീണ്ടും ഒരു പന്തക്കുസ്ത നൽകുക. ഞങ്ങളുടെ ഈ കാലങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകട്ടെ. ഇപ്രകാരം ഒരു കൊച്ചു പ്രാർത്ഥനയോടെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസില് 23-ാം യോഹന്നാൻ മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തത്. പ്രിയപ്പെട്ടവർ, എനിക്ക് തോന്നുന്നു പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥന ദൈവപിതാവിൻ്റെ അടുക്കലെത്തുകയും ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലും നിന്ന് ദൈവം സമൃദ്ധമായി തൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലുള്ള സകലർക്കും നൽകുന്ന പരിശുദ്ധാത്മ യുഗത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കൈകൾ അടിച്ചൊന്ന് ഈശോയ്ക്ക് നന്ദി പറയാവോ? എല്ലാവരും ശക്തമായി കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന ഈ സമയം പരിശുദ്ധാത്മ യുഗം എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്നറിയാവോ? പഴയ നിയമകാലം എന്ന് വിളിക്കപ്പെടുന്നത് ദൈവപിതാവ് മനുഷ്യജീവിതങ്ങളിൽ വളരെ വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതൽ, സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവപിതാവ് അഥവാ യഹോവ ദൈവം ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ജീവിതങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ 46 പഴയ നിയമ പുസ്തകങ്ങളാണ് കത്തോലിക്ക ബൈബിളിലുള്ളത്. ആ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവപിതാവ് വളരെ വ്യക്തമായി മനുഷ്യജീവിതങ്ങളിൽ ഇടപെടുന്ന അനുഭവമാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു, അവനാണ് മാംസം ധരിച്ച് മനുഷ്യനായി നമ്മുടെ ഇടയിൽ അവതരിച്ചത്. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശു കർത്താവ് ജീവിച്ചിരുന്ന അവൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ 3 വർഷക്കാലം പ്രത്യേകമായി പുത്രനായ ഈശോ മനുഷ്യജീവിതങ്ങളിൽ വളരെ വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരുന്ന സമയമാണ് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത്. എന്നാൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ മുതലുള്ള ബൈബിൾ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഈശോ ഈ ലോകത്തിൽ നിന്ന് മരിച്ച് ഉയിർത്ത് പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് വിളിച്ചുകൂട്ടി അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടാ പോയത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഉദ്ധിതനായ കർത്താവ് അവരുടെ മേൽ ശ്വാസമൂതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിനെന്ന് പറഞ്ഞ് അവരുടെ മേൽ ശ്വാസമൂതി ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുത്തിട്ടാ പോയത്. അന്നു മുതൽ ഇന്നുവരെയും
ഈ പ്രപഞ്ചം അവസാനിക്കുമെങ്കിൽ, അങ്ങനെ ഒരു നാളുണ്ടാകുമെങ്കിൽ, ലോകാവസാനം വരെയുള്ള നാളുകളോളം നമ്മൾ ജീവിക്കുന്നത് പരിശുദ്ധാത്മ യുഗത്തിലാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യ ജീവിതങ്ങളിൽ വളരെ വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തിനാ ഇങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമുക്കറിയാലോ, നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായ ഒത്തിരിയേറെ ആവശ്യങ്ങളുണ്ട്, ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നേ, മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് 6 തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് വേണമെങ്കിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വെറുതെ ഒന്ന് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും 6 തരത്തിലുള്ള ടൈറ്റിലുകളുടെ അടിയിൽ തലവാചകങ്ങൾ കൊടുത്ത് 6 തരം പ്രശ്നങ്ങളായി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിലൊന്നാമത്തേത് ശാരീരിക പ്രശ്നങ്ങളാണ്. നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ശരീരമുള്ളവരാണ്, ശരീരത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ ശരീരത്തിന് 2 തരം പ്രശ്നങ്ങളാണുള്ളത്. എന്തൊക്കെയാണെന്നറിയാവോ? നമ്മുടെ ശരീരം നേരിടുന്ന 2 തരം പ്രശ്നങ്ങൾ. ഒന്നാമത്തേത്, ശരീരത്തിന് രോഗങ്ങൾ വരുന്നു. ശരീരം ഉള്ളത് കൊണ്ടാണ് രോഗം വരുന്നത്. രണ്ടാമത്തേത്, ശരീരത്തിന് വേദനകൾ അനുഭവപ്പെടുന്നു. ഈ 2 പ്രശ്നങ്ങളാണ് നമ്മുടെ മനുഷ്യ ശരീരം നേരിടുന്ന പ്രശ്നങ്ങൾ: രോഗം, വേദനകൾ. ഈ 2 പ്രശ്നങ്ങൾക്കും നമുക്ക് പ്രതിവിധികളുണ്ട്. ഡോക്ടറുടെ അടുക്കൽ പോകാം, മരുന്ന് കഴിക്കാം, രോഗസൗഖ്യം നമുക്ക് ലഭിക്കാം. കർത്താവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചത് വഴിയായി എത്രയോ ഏറെ പേര് വലിയ രോഗശാന്തികൾ നേടി പോകുന്നതായി നമ്മൾ എത്രയോ ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ വന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ആഗ്രഹത്തോടെയുള്ള പ്രാർത്ഥന വഴിയായി അവിടുന്ന് എത്രയോ ആയിരങ്ങളെ രോഗസൗഖ്യങ്ങൾ നൽകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യൻ നേരിടുന്ന 2ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. നമുക്കൊക്കെ ഈ ശരീരത്തിനകത്തൊരു മനസ്സുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നം എന്താണെന്നറിയാവോ? ദ പ്രോബ്ലംസ് ഓഫ് ദ മൈൻഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. മനസ്സ് നേരിടുന്നത് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താണെന്നറിയാവോ? എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന ചിന്ത. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട, എന്നോടാർക്കും വലിയ കാര്യമൊന്നുമില്ല. കാര്യം ജീവിത പങ്കാളി ഉണ്ടാകും, മക്കളുണ്ട്, മാതാപിതാക്കന്മാരുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്കൊരു തോന്നൽ വരികയാണ്. എന്ത്? എന്നെ ആർക്കും വേണ്ട, എന്നോട് ആർക്കും ഇഷ്ടമില്ല, എന്നോട് ആർക്കും സ്നേഹമില്ല. ഈ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. എന്നോട് ആർക്കും സ്നേഹമില്ല, ഐ എം നോട്ട് ലവ്ഡ് ഇനഫ്. ഇത് മനസ്സിൻ്റെ പ്രശ്നമാണ്. മനസ്സിന് സ്നേഹം വേണം. എന്നെ സ്നേഹിക്കുന്ന കുറേ പേരെൻ്റെ ചുറ്റും വേണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുക. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ ആവശ്യമായി ഈ സ്നേഹം. ഇല്ലെങ്കിൽ മനസ്സിനകത്തൊരു വാക്വം, ഒരു എംപ്റ്റി സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെ ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ബ്ലാക്ക് സ്പോട്ട് എന്നാണ്. എല്ലാ മനുഷ്യൻ്റെ മനസ്സിലും ഇങ്ങനെയൊരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. സ്നേഹം കിട്ടാത്തതിൻ്റെ കുറവ്, ലഭിക്കേണ്ട സ്നേഹം ലഭിക്കേണ്ട അളവിൽ, ലഭിക്കേണ്ട വ്യക്തികളിൽ നിന്ന് ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാതെ പോകുമ്പോൾ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാകും. അത് നമ്മളിങ്ങനെ ശരീരം വളരുന്നതനുസരിച്ച് മനസ്സിൻ്റെ ഈ ബ്ലാക്ക് സ്പോട്ടും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. സ്നേഹം കിട്ടാത്തതിൻ്റെ കുറവ്. സ്നേഹം കിട്ടാത്തതിൻ്റെ കുറവുള്ളത് കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ചെന്നാൽ, ആരെയെങ്കിലും പ്രേമിച്ചാൽ, ആരുടെയെങ്കിലും പുറകെ പോയാൽ ഈ സ്നേഹം മുഴുവൻ നമുക്ക് കിട്ടുമോ? അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറയും ഒരു പക്ഷേ കണ്ടേക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ അടുക്കൽ വന്നിരുന്ന് ഞാനും നിങ്ങളും അവരോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്നേഹമാകുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 8-ാം തിരുവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പൂർണ്ണതയുള്ള സ്നേഹം നമുക്ക് നൽകാൻ കഴിവുള്ള ഈശോയുടെ അടുക്കല ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് എന്ന് വിശ്വസിക്കുക. അവൻ്റെ സ്നേഹം കൊണ്ട് മാത്രമേ നമ്മുടെ എംപ്റ്റി സ്പോട്ടുകൾ ഫില്ല് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തലശ്ശേരി അതിരൂപതയിലെ എടത്തൊട്ടി ഇടവകയിലാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുന്നത്. എൻ്റെ പേര് ജോസ് വടക്കേക്കര. ഞാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ കൺവീനറാണ്. 33 വർഷം മുമ്പ് നമ്മുടെ ഇടവകയിൽ ഇതുപോലൊരു പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുകയുണ്ടായി. അന്ന് റോമളൂസ് നെടുഞ്ചാലിൽ അച്ഛനായിരുന്നു ഇതിൻ്റെ ഡയറക്ടർ അച്ഛൻ. ആ അച്ഛൻ്റെ നേതൃത്വത്തിൽ അന്ന് നല്ലൊരു ധ്യാനം കൂടിയ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഇന്നത്തെ പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ്. ഒരു ആത്മീയ തീമട തന്നെയാണ് നമ്മുടെ ജോജോ മാരിപ്പാട്ടച്ഛൻ്റെയും അതുപോലെ തോമസ് അറക്കലച്ഛൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ നമ്മുടെ ഈ എടത്തൊട്ടി ഇടവകയിലെ ജനതയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഒരു ഉണർവോടുകൂടിയാണ് ഈ ധ്യാനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഈ ധ്യാനം നയിച്ച നമ്മുടെ ജോജോ മാരിപ്പാട്ടച്ഛനും അതുപോലെ തോമസ് അറക്കലച്ഛൻ്റെയും നേതൃത്വത്തിൽ നമ്മുടെ എടത്തൊട്ടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവം തന്നെയാണ്. ഈ അനുഭവം തന്ന അച്ഛന്മാരോട് വിൻസെഷൻ സമൂഹത്തോടും എടത്തൊട്ടി ഇടവകയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു.